ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് എല്ലാവരും ഒന്ന് കാണണം. കാരണം ഇവിടെ കേരളത്തിന്റെ സാമുദായിക നേതാക്കന്മാരെന്ന് പറഞ്ഞു നടക്കുന്ന ചില ഊളകളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട 2-3 ആൾക്കാരിൽ ഒരാളാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ. വെള്ളാപ്പള്ളി നടേശൻ പല പ്രാവശ്യവും പല പരാമർശങ്ങളും നടത്തിയിട്ടുണ്ട്. നമ്മളെല്ലാവരും കണ്ടതാണ്. ഒരു അന്യ സംസ്ഥാന തൊഴിലാളിയെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ പണയപ്പെടുത്തി അഷ്റഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി, ഇദ്ദേഹം ആ ഒരു കാണയിലേക്ക് എടുത്ത് ചാടി അദ്ദേഹം മരണപ്പെട്ടു പോയി. അതിനുശേഷം ഈ ഊള നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവന, അത് അക്ഷരാർത്ഥത്തിൽ ഈ എന്താ പറയാ, തലയ്ക്കകത്ത് വിവരമുള്ള അല്ലെങ്കിൽ മനുഷ്യനായിട്ട് പറഞ്ഞ ഒരാൾക്കും പറയാൻ സാധിക്കത്തില്ല. അപ്പം അത്തരത്തിലുള്ള പരാമർശങ്ങളും ഇതിനു മുമ്പും നടത്തിയിട്ടുണ്ട്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു പരാമർശം എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയെ അത് ഒരു എന്താ പറയുക ഒരു പ്രത്യേക രാജ്യമാണ്, അവിടെയുള്ള ഒരു പ്രത്യേക മതവിഭാഗമാണ് എന്ന വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് നടത്തിയിരിക്കുന്നത്. ഇപ്പം ഇതിനെതിരെ കുറെ ആൾക്കാർ രംഗത്ത് വരുന്നുണ്ട്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പായിരുന്നല്ലോ പൂഞ്ഞാറിന്റെ വിഴുപ്പ് ഭാണ്ഡമായിട്ടുള്ള കാണ്ടാമൃഗം, ഇവിടെ മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാണ്, ഇന്ത്യ എന്നല്ല ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളാണ് എന്ന വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിച്ചു. അവസാനം പോലീസ് നിക്കക്കള്ളി ഇല്ലാണ്ട് വന്നപ്പോഴത്തേക്ക് കേസ് എടുത്തു. അത് ഏത് രീതിയിൽ പോയി എന്നുള്ളതൊക്കെ നമുക്കറിയാം. ഈ കഴിഞ്ഞ ദിവസം, അതായത് ഈ വഖഫ് ബോർഡ് ബില്ല് ഭേദഗതി നിയമം പാസ്സാക്കുന്ന അന്നത്തെ ദിവസം ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ടിട്ടുള്ള ഒരു പുരോഹിതനും വന്നിട്ടുള്ള കുറെ ക്രൈസ്തവരും ആക്രമിക്കപ്പെടുന്ന ഒരു സംഭവം ഉണ്ടായി. പക്ഷെ അതിനെക്കുറിച്ചിട്ടൊന്നും ആർക്കൂടെ സംസാരിക്കാൻ താല്പര്യമില്ല. ഇപ്പൊ നമ്മുടെ തൃശ്ശൂരിന്റെ മറ്റേ മുന്ന ഗോപി ക്രിസ്ത്യൻ പള്ളിയിലൊക്കെ കയറി ഇറങ്ങി അടക്കം അവിടെ നിവേദനം കൊടുക്കുന്നു, അവിടെ പഴം കൊടുക്കുന്നു, മധുരപലഹാരങ്ങളൊക്കെ കൊടുക്കുന്നതിന്റെ ഒരു തിരക്കിലാണ്. അതോടൊപ്പം തന്നെ മുനമ്പത്ത് ജീവിക്കുന്ന ആൾക്കാരെയൊക്കെ വലിയ രീതിയിലുള്ള ഒരു സപ്പോർട്ട് നമ്മുടെ ഷോൺ ജോർജിനെ പോലുള്ള എന്താ പറയുക യുവ പ്രതിഭകൾ നല്ല തീപ്പൊരി പ്രസംഗമൊക്കെ നടത്തി അവരുടെ കയ്യടിയൊക്കെ മേടിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഈ കാസാകൂസന്മാരും ഈ പറയപ്പെടുന്ന നേതാക്കന്മാരൊന്നും ഇതൊന്നും കാണുന്നില്ല, അല്ലെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് മിണ്ടാതിരിക്കുകയാണ്. കാരണം ഇവനെപ്പോലുള്ള ആൾക്കാർക്കൊക്കെ സുഖസുന്ദരമായിട്ട് ജീവിക്കണം. അതിനുവേണ്ടി ഇനി എന്ത് തറപ്പണിയാണെങ്കിലും എവിടൊക്കെ ആരുടെ എന്തൊക്കെ നക്കണമെന്നുണ്ടെങ്കിലും ഈ വൃത്തികെട്ട നാറികളൊക്കെ അവർ നക്കി തന്നെ ജീവിക്കും. ഈ പാവം സഹോദരങ്ങളുണ്ടല്ലോ, അവർ പെരുവഴി കിടന്ന് തല്ലുകൊള്ളുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ഇന്ന് രാവിലെ പത്രക്കാര് ഈ കാണ്ടാമൃഗത്തോട് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞിട്ടുള്ള ഒരു മറുപടി, എൻ്റെ പ്രിയപ്പെട്ട ക്രൈസ്തവ സമൂഹമേ, ക്രൈസ്തവ സഹോദരങ്ങളെ, നിങ്ങൾ ഇതെല്ലാം ഒന്ന് കേൾക്കണം. നിങ്ങൾ കേട്ടിട്ട്, നിങ്ങൾ ഈ ചെവി കൂടെ കേട്ടിട്ട് ഇപ്പുറത്തൂടെ വിടാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ എത്ര കിട്ടിയാലും പഠിക്കാത്ത ഒരു സമൂഹമായിട്ട് മാറുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ പോകും. എന്തായാലും ഈ പറയപ്പെടുന്ന ആളുടെ നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം, അല്ലെങ്കിൽ നിങ്ങളുടെ സംരക്ഷകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഇവരുടെയൊക്കെ മനസ്സിലിരിക്കുന്നത് എന്താണ് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് കേൾക്കുക. അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലയെ കുറിച്ചിട്ട് വെള്ളാപ്പള്ളി പറഞ്ഞിട്ടുള്ള വീഡിയോ ഒന്ന് കാണുക. ആദ്യം ഒരു ചെറിയ വീഡിയോ ഒന്ന് കണ്ടിട്ട് നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീഡിയോയിലേക്ക് വരാം. അപ്പൊ ഇതിന്റെ ഒരു പൂർണ്ണ രൂപം ഞാൻ കാണിക്കുന്നില്ല, കാരണം അത് കാണാൻ നമുക്ക് പറ്റത്തില്ല. ഒരു പക്ഷേ ചിലപ്പം യൂട്യൂബിൽ അതൊരു എന്താ പറയുക, അതിന് അഗസ്റ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആയി പോകും. അതുകൊണ്ട് ഞാൻ മുഴുവനായിട്ട് കാണിക്കുന്നില്ല. പാവം പിടിച്ച ക്രൈസ്തവ സഹോദരങ്ങളെയാണ് ഈ പട്ടിയെ തല്ലുന്ന പോലെ ഈ നാറികൾ പെരുവഴിയിലിട്ട് തല്ലുന്നത്. ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോഴാണ് ഇവന്റെ ഇതുപോലുള്ള വേട്ടാവളിയന്മാരുടെ ഈ ഡയലോഗ്. അതുകൊണ്ടൊന്ന് കേട്ടോ. അത് അങ്ങനെ കുറച്ച് നാളായി ഈ ചപ്പടിച്ചപ്പാൻ പറിച്ചു പറഞ്ഞു ഒരു കാര്യമില്ലെന്ന്. അവിടെ ക്ഷേത്രത്തിൽ പിന്നെ ചെന്ന് മര്യാദ കാണിച്ചു വെച്ച് വർത്താനം പറഞ്ഞിട്ട് കാര്യമല്ലുണ്ട്. ചിലപ്പോൾ അടി കിട്ടിയെന്നിരിക്കും, മനസ്സിലായില്ലേ? അതിനകത്ത് അത് ക്രിസ്ത്യാനി മുസ്ലിം ഹിന്ദു ഒന്നുമില്ല. ഹിന്ദുവാണ്. ഇപ്പം അരിയത്തപ്പള്ളിയുടെ പിന്നെ നിന്നിട്ട് ഷാലു പറയുക അരിയത്തപ്പള്ളി ഇരിക്കുന്ന കള്ളനാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അടിമടിച്ചിരിക്കും. ഞാൻ തന്നെ അടിച്ചെന്നിരിക്കും. പണങ്ങിയിട്ട് കാര്യമൊന്നുമില്ല. അത് മതവിശ്വാസമാണ്. ആ വിശ്വാസം തകർക്കുന്ന രീതിയിൽ ആരും പ്രവർത്തിക്കാൻ പാടില്ല. പ്രവർത്തിച്ച് അങ്ങനെയൊക്കെ സംഭവിച്ചെന്നിരിക്കും. സഹിച്ചുകൊണ്ടാൽ മതി. കഴിഞ്ഞ ദിവസം ജഗൽപൂരിൽ നടന്നിട്ടുള്ള ഒരു വിഷയം, സന്യാസിമാരെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെന്നിട്ടുള്ള മലയാളിയായിട്ടുള്ള ഒരു മതപുരോഹിതനെ ആ പോലീസുകാരുടെ മുമ്പിൽ വെച്ചിട്ട് മർദ്ദിച്ചു. അതിനെക്കുറിച്ച് ചോദിക്കുമ്പോഴാണ് ഇമാതിരി തോന്നിയാസത്തിലുള്ള മറുപടി ദൈവനെ പോലുള്ള ആൾക്കാർ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറം ജില്ലയെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ള ആ ഒരു പരാമർശം അതെന്താണ് കൂടെ ഒന്ന് കേട്ടോളൂ. മലപ്പുറത്തിനെതിരെ രൂക്ഷ പരാമർശവുമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. പേടിച്ചും ശ്വാസവായു കിട്ടാതെയുമാണ് മലപ്പുറത്ത് ഒരു വിഭാഗം ജീവിക്കുന്നതെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണെന്നും വെള്ളാപ്പള്ളി പരിഹസിച്ചു. ചുങ്കത്തറയിലെ പൊതുപരിപാടിയിലായിരുന്നു ഈ പരാമർശങ്ങൾ. നിങ്ങളുടെ പ്രത്യേക രാജ്യത്തിനിടയിൽ മറ്റൊരു
ആളുകളുടെ ഇടയിൽ എല്ലാ തിക്കും നോട്ടും ഞോടും ഒക്കെ മേടിച്ച് ഇങ്ങനെ ഭയന്നും ഒക്കെ ജീവിക്കുന്ന ആളുകളാണ്. പ്രത്യേകിച്ചും ഒരു സ്വതന്ത്രമായൊരു വായു ശ്വസിച്ചുകൊണ്ട് മലപ്പുറത്ത് നിങ്ങൾക്ക് ജീവിക്കുവാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വതന്ത്രമായൊരു അഭിപ്രായം പറഞ്ഞു പോലും ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ്, പ്രത്യേക ചില ആളുകളുടെ സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ എന്ത് പറ്റി, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും നാളായിട്ട് പോലും സ്വാതന്ത്ര്യത്തിൻ്റെ ഗുണഫലങ്ങളുടെ ഒരംശം പോലും ഈ പിന്നോക്ക വിഭാഗങ്ങൾക്ക് മലപ്പുറത്ത് ലഭിച്ചിട്ടുണ്ടോ? സംഘപരിവാർ നേരത്തെ ഉയർത്തിയ മലപ്പുറം വിരുദ്ധവാദങ്ങൾ ഏറ്റുപിടിക്കുന്നതായിരുന്നു വെള്ളാപ്പള്ളിയുടെ പരാമർശങ്ങൾ. ചുങ്കത്തറയിൽ നടന്ന കൺവെൻഷനിൽ ഉടനീളം സമാനമായ രീതിയിലുള്ള കാര്യങ്ങളാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്. മലപ്പുറത്ത് ഈഴവർക്ക് തൊഴിലുറപ്പ് മാത്രമേ ഉള്ളൂ. വോട്ടുകുത്തി യന്ത്രങ്ങളാണ് മലപ്പുറത്തെ പിന്നോക്ക വിഭാഗമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. നേരത്തെ കോഴിക്കോട്ട് ഓളയിൽ കുടുങ്ങിയയാളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെ ഓട്ടോ ഡ്രൈവർ നൌഷാദ് മരിച്ച സംഭവത്തിലും വെള്ളാപ്പള്ളി സമാനമായ രീതിയിൽ വിദ്വേഷ പരാമർശം നടത്തിയിരുന്നു. നൌഷാദിന്റെ കുടുംബത്തിന് ജോലി നൽകിയതിലായിരുന്നു വെള്ളാപ്പള്ളിയുടെ ഈ മോശം പരാമർശം. താൻ സംഘപരിവാർ ചേരിയിലല്ല എന്ന് ആവർത്തിച്ച് പറയാറുള്ള വെള്ളാപ്പള്ളി സംഘപരിവാറിന്റെ അതേ ഭാഷയിലാണ് പ്രതികരിച്ചതെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. അതായത് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് അത് ഇപ്പൊ വെള്ളാപ്പള്ളി നടേശൻ അങ്ങ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം മകൻ BDGS എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം ഉണ്ടാക്കി, അത് സംഘപരിവാർ പ്രസ്ഥാനത്തിലാണ്. സത്യത്തിൽ എനിക്ക് ഈ വാർത്ത കണ്ടിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട ഈഴവ അല്ലെങ്കിൽ ഹൈന്ദവ സഹോദരങ്ങളോട് പറയാനുള്ളത്, ഈ വെള്ളാപ്പള്ളി നടേശനും മകനും കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയാണ് ഇവരുടെ കൈകളിൽ ഇരിക്കുന്നത്. ഇവര് അതിൽ നിന്നൊരു പകുതി എടുത്തിട്ട് ഈ പറയപ്പെടുന്ന അടിസ്ഥാന വർഗങ്ങൾക്ക് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് സുഖസുന്ദരമായിട്ട് ഈ നാട്ടിൽ ജീവിക്കാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഇവന്മാരൊന്നും അത് ചെയ്യാതെ ഇങ്ങനെ വന്നിരുന്നുകൊണ്ട് പച്ചയ്ക്ക് ഇങ്ങനെ വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കാരണം ഇദ്ദേഹവും ഈ പറഞ്ഞ ഈ പൂഞ്ഞാറിലെ വിഴുപ്പ് പാണ്ഡവും രണ്ടും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ തന്നെയാണ്. രണ്ടും കൊടിയ വർഗീയവാദികളാണ്. ഈ നാട്ടിൽ പല പ്രാവശ്യം ഇവിടുത്തെ ഇസ്ലാം മത വിശ്വാസികളെ കുറിച്ച്, മുസ്ലിങ്ങളെ കുറിച്ചിട്ട് പച്ചയ്ക്ക് വർഗീയത പറഞ്ഞിട്ട് ഇവന്മാർക്കെതിരെ ഒന്നും ഒരു ചെറുവിരൽ അനക്കാൻ പോലും നമ്മുടെ നിയമ സംവിധാനങ്ങൾ തയ്യാറാകുന്നുമില്ല. കാരണം ഓരോരുത്തർ ഓരോ പ്രാവശ്യം വന്നിട്ട് ഈ ഒരു സമുദായത്തെ തലങ്ങും വിലങ്ങും അവിടുന്നും ഇവിടുന്നും എടുത്തിട്ട് ഇങ്ങനെ ആക്രമിക്കുന്ന പരിപാടിയാണ് കാണുന്നത്. ഈ ഇവിടുത്തെ ഇസ്ലാം മതമാണ് ഏറ്റവും വലിയ വർഗീയവാദികൾ എന്ന് പറയുമ്പോൾ പോലും ഇവന്റെയൊക്കെ ഉള്ളിലിരിക്കുന്ന ആ വർഗീയത അത് ഓരോ പ്രാവശ്യവും അങ്ങോട്ട് തെകിട്ടി പുറത്തേക്ക് വരുന്നത് ഈ കേരളത്തിലെ പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണെങ്കിലും ഇതൊക്കെ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ തന്നെയാണ്. ഇപ്പൊ ഈ നടത്തിയിരിക്കുന്ന ഒരു പ്രസ്താവന ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാരിയാണ് നടത്തുന്നതെന്നുണ്ടെങ്കിൽ ഇന്ന് കേരളത്തിന്റെ അവസ്ഥ എന്താകും? ഈ പറയപ്പെടുന്ന സംഘപരിവാറും കൂസന്മാരും അതുപോലെ തന്നെ ഈ വെള്ളാപ്പള്ളിയുടെ പ്രതിനിധാനം ചെയ്യുന്ന ആൾക്കാരെല്ലാം ഇന്ന് വടിയും കൊടയെടുത്ത് തെരുവിലിറങ്ങിയിട്ട് എന്തൊക്കെ കോലാഹലങ്ങൾ ഇവിടെ സൃഷ്ടിച്ചായിരുന്നു. ഇതിനെതിരെയൊക്കെ ശക്തമായി പ്രതിഷേധിക്കേണ്ടത്, വിമർശിക്കേണ്ടത് അത് ഇവിടുത്തെ ഓരോ ഇന്ത്യൻ പൗരന്റെയും ഉത്തരവാദിത്തമാണ് എന്നുള്ള ബോധം നിങ്ങൾക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നാട് വല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും ഈ പറയപ്പെടുന്ന വൃത്തികെട്ട ചെറ്റകൾ എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരേക്ക് എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ, നല്ലത് മാത്രം ചിന്തിക്കുക, നല്ലത് മാത്രം പ്രവർത്തിക്കുക.